ഈ ഒരു പിന്നിയിരിക്കുന്ന കൊടിയിൽ നിന്ന് എത്ര രൂപയുടെ ആദായം കിട്ടുമായിരിക്കും? ഇതൊരു 1500 മുതൽ 2000 രൂപയുടെ ആദായം വരെ പ്രതീക്ഷിക്കാം. എത്ര അടി ഉയരമുണ്ട് ഇതിന് ഏകദേശം? ഞാൻ ഈ വെട്ടിവിട്ടിരിക്കുന്നത് കാല് ഇതൊരു 16 അടിയോളം പൊങ്ങിയിട്ടുണ്ട്. 16 അടി. എന്നാൽ നിൽക്കുന്നത് 18 അടിയോളം പൊങ്ങി കഴിഞ്ഞു. ഈ കൊടി 18 അടിയോളം പൊങ്ങി കഴിഞ്ഞതാണ്. ഇത് 18 അടി അല്ലേ? നീണ്ട് അതിൻ്റെ നീളം നോക്കിക്കൊള്ളണം, ഇതിൻ്റെ നീളം നോക്കിക്കൊള്ളണം. ചരട് ഇത് ഇത്തിരി കൂടെ മുമ്പേ വീണതാണ്. നീണ്ടിറങ്ങുന്നതേ ഉള്ളൂ, വളർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത് വീണതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിലൊക്കെ നോക്കിയാൽ അറിയാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് മാന്യമായിട്ട് ആദായം കിട്ടിയതാണ്. 1500 രൂപ വരെ കിട്ടിയ കൊടിയുണ്ട് ഇതിൽ. 1500 രൂപ. അതായത് 6.25 കിലോ പച്ച കുരുമുളക് പറിച്ച കൊടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു ആദായം ഒന്നും പറയത്തില്ല. ഇപ്പോഴ് തൈ വെക്കുന്ന സമയമല്ലേ? ഇപ്പൊ തൈ വെക്കേണ്ട സമയമാണ്. മെയ് കഴിഞ്ഞ് നല്ല മണ്ണ് തണുത്ത് കഴിഞ്ഞാൽ, മഴ പെയ്ത് മണ്ണ് തണുത്ത് കഴിഞ്ഞാൽ തൈ വയ്ക്കാം. ആദ്യമേ നമ്മൾ ഒരു കരുതലോടുകൂടി മെയ് നല്ല മണ്ണ് തണുത്താൽ ഉടനെ വയ്ക്കുന്നതിനാണെങ്കിൽ അടിവളമൊക്കെ കൊടുത്ത് നമ്മൾ ഇളക്കിയൊക്കെ ഇട്ട് ഇത് ഇവിടെ നിന്ന് ഇട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഇതാണ്ടണ്ട, ഇത് തിരിയിട്ടു, മണി തിരിഞ്ഞു തുടങ്ങി, ഇത് പൂവായി, ഇത് മുട്ടയിട്ടതേ മുട്ടയിട്ട്. മൂന്നാമത്തെ ഇത് കുമ്പക്കലാണോ ഇപ്പം മികച്ചിരിക്കുന്നത്? കുമ്പക്കലും കൈരളിയൊക്കെ നല്ലതാണ്. അതായത് കൈരളിക്ക് തിരിയെണ്ണം കുറവായിരിക്കും, തിരി നീളം കൂടുതലാണ്. തൂക്കത്തിൽ ശരാശരി രണ്ടിനും ഒരുപോലെ ആദായം കിട്ടും. അതിൽ നമുക്ക് ഒരു ചോട ഒന്നിന് എത്ര കിട്ടും, ആവറേജ് എത്ര കിട്ടും, എത്ര ലക്ഷം രൂപയുടെ ആദായം കിട്ടും, അങ്ങനെ ഒരു കണക്കുകൂട്ടലോടുകൂടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ വേണം ചെയ്യാനും. വെയിറ്റും ദാണ്ടാക്കുന്നത് താരൻ്റെയൊക്കെ നീളം കണ്ട ഇതുപോലെ, ഇത് ആദായത്തിനാണ്. അപ്പം ഇത് നമ്മൾ ഇതുപോലെ ആയി വരുമ്പോൾ ഇത് നമുക്ക് ഉയരവും കൂടെ ഉണ്ടെങ്കിലേ ആദായം കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ചോടെണ്ണം അടുപ്പിച്ചിടുമ്പോൾ കരിമണ്ടയിൽ ഇത്രയും ഞെരുക്കം വരൂല, ഇത്രയും തിരുനീളവും വരൂല. കരിമണ്ടയിൽ പല ഇനമുണ്ട്, നല്ലതും മോശമുണ്ട്. ചിലതിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നാമമാത്രം മണികളെ കാണുള്ളൂ. പക്ഷെ പണി ചെയ്താൽ നമുക്ക് വർഷം തോറും ഒരുമിച്ച് കുറേ പൈസ കിട്ടുന്നതാണ്. അത് ഏരിയ എത്രയുണ്ട്, നമുക്ക് ആദായം എത്രത്തോളം വരുത്താൻ പറ്റും, ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും, അതിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ വരാം. ഇപ്പോൾ 10 സെൻറ്റ് ഉള്ളവനും നമുക്ക് ഒരു മാന്യമായ ആദായം ഉണ്ടാക്കിയെടുക്കാം. അത് വർഷത്തിൽ ഒരുമിച്ച് കിട്ടുന്ന പൈസയാണ്. ഇവിടെ നിൽപ്പുണ്ട്, ഒരു വയസ്സായ തിരിയിട്ടത് നിൽപ്പുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അടുത്ത വർഷം ഈ ഒരു സമയമാണ് കറക്റ്റ് തിരിവായി ഇതുപോലെ തിരി വരും. തിരി വരുന്ന സമയത്ത് തിരി പിന്നെ നമ്മളെ കൊറ്റനാടൻ, അൻപിരിയൻ, കരിമുണ്ട, കൈരളി, പെപ്പർ, ഇത് കുമ്പക്കല്, തെക്കൻ വണ്ണ്, പിന്നെ തെക്കൻ വണ്ണും വേറെ 1-2 എണ്ണം ഉണ്ട്. അതിന്റെ പേരുകൾ എനിക്ക് അത്ര കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. വിജയ് കൊണ്ടുവന്നു, അത് എനിക്ക് കിട്ടിയില്ല. അത് പോയി എൻ്റെ കയ്യിൽ നിന്ന്. പോയെന്ന് പറഞ്ഞാൽ അടമഴയത്ത് കൊണ്ടുവന്ന് വെച്ച്. ഏത് മാസമാണ് ഈ തൈ വെക്കാൻ കറക്റ്റ് സമയം? ജൂൺ മാസം തന്നെയാണ്. ജൂൺ മാസം, മെയ് അവസാനം, മെയ് 15-ന് ശേഷം മഴ പെയ്ത് മണ്ണ് തണുത്താൽ നമുക്ക് കൊടി വയ്ക്കാം. അതിന് ഞാറ്റുവേല തുടങ്ങിയില്ല എന്നും പറഞ്ഞ് അതിന്റെ ഡേറ്റ് ഒന്നും ആയില്ലെന്നും പറഞ്ഞ് പേടിച്ച് മാറിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. മണ്ണിൽ നിന്ന് വളം എടുത്തോളണം.